കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ജിഗ്ലി വട്ടയപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, DM വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എനിക്കിതിലൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ 1, 2, 3 ടിപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ജിഗ്ലി വട്ടയപ്പം കിട്ടും. അതിന് 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് ഇപ്പോൾ അരി എടുക്കണേ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പെർട്ടിക്കുലർ ഗ്ലാസ് എടുത്തു, അതിൽ നിങ്ങൾ 1 ഗ്ലാസ് അരിയോ അല്ലെങ്കിൽ 2 ഗ്ലാസ് അരിയോ എത്രയാണെന്ന് വെച്ചാൽ അരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി തേങ്ങ വേണം. അത് ഫസ്റ്റ് ടിപ്പാട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തേങ്ങയും അരിയും നല്ല പോലെ അരയ്ക്കുക. കുറച്ച് വെള്ളം, ഒരു ഇച്ചിരി വെള്ളം അരിയുടെ മുകളിൽ നിൽക്കണ വരെ പാകത്തിനെടുത്തിട്ട് നല്ല പോലെ അരച്ചിട്ട് അതിൽ നിന്ന് ഒരു 2-3 സ്പൂണും എടുത്ത് ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കുക. അതാണ് നേരത്തെ കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഒരു 1, 2, 3 സ്പൂൺ പഞ്ചസാര. ഞാൻ ഒരുപാട് പഞ്ചസാര ഇടാറില്ല, കാരണം നമ്മൾ കറി കൂട്ടിയാണല്ലോ കഴിക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ടിപ്പ്, 1 സോനാ മസൂരി അരിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അതല്ലെങ്കിൽ ഇഡ്ഡലി അരി ആയാലും മതി. അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി അത് പൊന്തി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ, ചൂട് സ്ഥലത്തൊക്കെയാണെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോൾ സംഭവം അങ്ങ് പൊന്തി വരും. അത് പൊന്തി വരുന്ന സമയത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി ഞാൻ അവരുടെ റിയൽ ഒപ്പീനിയൻ കാണിച്ചു തരാട്ടെ. എൻ്റെ എല്ലാ ടെസ്റ്റേഴ്സും നിങ്ങളാണ്. അടിപൊളി വട്ടയപ്പം. ഇത് ഞാൻ തല്ലിപ്പഴിപ്പിച്ച് പറയിപ്പിച്ചതല്ല കേട്ടോ, അത് ആ പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. ഇതുപോലെ തന്നെയായിരുന്നു ഷെബിൻ്റെ എക്സ്പ്രഷനും. അത് കഴിഞ്ഞ് സമയമില്ല വേഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു കിണ്ണത്തിലും കൂടെ ഉണ്ടാക്കി അങ്ങ് കൊടുത്ത്. ആശാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വട്ടയപ്പം റെഡി ആവുന്നില്ലെങ്കിൽ ഈ ഒരൊറ്റ 3-4 ടിപ്പൊന്ന് സെറ്റാക്കി നോക്ക്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന്.